ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ആഷ്യാനയിലെ സെക്ടർ എല്ലിലെ ഹൗസ് നമ്പർ 91-ൽ 2026 ഫെബ്രുവരി 21-നാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ആ ഒരു വീടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു. അത് 4 നിലയുള്ള ഒരു വീടായിരുന്നു. 25 കോടിയോളം രൂപ മതിപ്പ് വരും. ആ വീട്ടിലെ 3rd ഫ്ലോറിലായിരുന്നു മൻവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ താമസിച്ചിരുന്നത്. ആൾക്ക് ഏകദേശം 50 വയസ്സായിരുന്നു പ്രായം. തന്റെ 2 മക്കളുടെ കൂടെയായിരുന്നു ആൾ അവിടെ താമസിച്ചിരുന്നത്. മൂത്തതൊരു മകനായിരുന്നു, അക്ഷത് പ്രതാപ് സിംഗ് എന്നായിരുന്നു ആളുടെ പേര്. 20 വയസ്സായിരുന്നു ആ പയ്യന്റെ പ്രായം. രണ്ടാമത്തത് മകളായിരുന്നു, കൃതി സിംഗ് എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. 17 വയസ്സായിരുന്നു പ്രായം. ഈ ഒരു അക്ഷതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു കോളേജിൽ BBA ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയായിരുന്നു. മകളാണെന്നുണ്ടെങ്കിൽ സീനിയർ സെക്കൻഡറി സ്കൂളിലും ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. വലിയൊരു ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യലി ഒന്നും യാതൊരു പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഫെബ്രുവരി 21-ാം തീയതി ഇവരുടെ വീടിന്റെ താഴത്തെ ഫ്ലോറിൽ താമസിക്കുന്ന ഈ മൻവേന്ദ്രയുടെ ബ്രദർ ആയിട്ടുള്ള രഘു 3ാമത്തെ ഫ്ലോറിലോട്ട് വരികയാണ് ചേട്ടനെ കാണുന്നതിന് വേണ്ടിയിട്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ആൾ ചേട്ടനെ കണ്ടിട്ടില്ല, വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നുമില്ല. അപ്പോൾ ആൾ വീട്ടിലുണ്ടോ പുറത്തു പോയോ എന്ന് അറിയുന്നതിന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആൾ അവിടെ എത്തിയത്. രഘു അവിടെ എത്തി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ മൻവേന്ദ്രയുടെ മകനായിട്ടുള്ള അക്ഷതായിരുന്നു ഡോറ് തുറന്നത്. അപ്പോൾ മൻവേന്ദ്ര എവിടെ നിന്ന് രഘു ആ പയ്യന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം 6-ക്ക് ഡൽഹിയിൽ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു അച്ഛൻ വീട്ടിൽ നിന്ന് പോയതാണെന്നുള്ളതായിരുന്നു മകന്റെ മറുപടി. അപ്പൊ എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ വൈകുന്നേരം വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നും ഈ ഒരു മകൻ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടണില്ല എന്നുള്ള കാര്യം രഘു പറഞ്ഞു. അപ്പോൾ ഈ മകനും അത് തന്നെ പറയാണ്, ഞാനും അച്ഛൻ്റെ 3 മൊബൈലോട്ട് മാറി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും ഈവനിങ് ആയിട്ടില്ലല്ലോ, ഈവനിങ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് എന്താ സംഭവം എന്നുള്ളത് നോക്കാമെന്ന് ഈ ഒരു മകനും പറഞ്ഞു. അങ്ങനെ അവർ ഈവനിങ് വരെ വെയിറ്റ് ചെയ്തു. എന്നാൽ ആ ഒരു സമയമായിട്ടും മൻവേന്ദ്ര അങ്ങോട്ട് എത്തിയില്ല. അതേപോലെ തന്നെ ആളുടെ ഫോണും സ്വിച്ച് ഓൺ ആയില്ല. അങ്ങനെ ഈ ഒരു രഘുവും അതുപോലെ തന്നെ അക്ഷതും അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലും ഫ്രണ്ട്സിൻ്റെ അടുത്തും എല്ലായിടത്തും മൻവേന്ദ്രയെ അന്വേഷിക്കുകയാണ്. എന്നാൽ അന്നത്തെ ദിവസം ആരും തന്നെ മൻവേന്ദ്രയെ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. എത്ര അന്വേഷിച്ചിട്ടും മൻവേന്ദ്രയെ കിട്ടാതായപ്പോൾ ഈ ഫാമിലി ആകെപ്പാടെ പേടിക്കുകയാണ്. കാരണം ആൾ വലിയൊരു ബിസിനസ്സുകാരനാണ്. വല്ല ശത്രുക്കളെങ്ങാനും ആളെ തട്ടിക്കൊണ്ടു പോയതാണോ, അല്ലാന്നുണ്ടെങ്കിൽ വല്ല കിഡ്നാപ്പേഴ്സ് റാൻസം മണിക്ക് വേണ്ടിയിട്ട് ആളെ കിഡ്നാപ്പ് ചെയ്തതാണോ എന്നുള്ളതായി അവരുടെ സംശയം. അങ്ങനെ അന്നത്തെ ദിവസം അവർ വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസം, അതായത് ഫെബ്രുവരി 22-ാം തീയതി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. മൻവേന്ദ്രയുടെ മകനായിട്ടുള്ള അക്ഷത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ആഷ്യാനയിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടായിരുന്നു കേട്ടോ ഇത്തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതൊരു ഹൈ പ്രൊഫൈൽ കേസ് ആയതുകൊണ്ട് തന്നെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ മകൻ്റെ അടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഡൽഹിയിൽ ഒരു കല്യാണത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്, പിന്നെ യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ ഒരു പയ്യൻ പറയാണ്. അപ്പോൾ പോലീസിനും ഇതേ സംശയം തന്നെയാണ് ഉണ്ടായത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആളെ വല്ല ശത്രുക്കൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും, ഇല്ല എന്നുണ്ടെങ്കിൽ റാൻസം മണിക്ക് വേണ്ടി വല്ല കിഡ്നാപ്പേഴ്സ് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു 2 ആംഗിളിലും പോലീസുകാർ അന്വേഷണം തുടങ്ങുകയായിരുന്നു. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ മൻവേന്ദ്ര എങ്ങോട്ടാണ് പോയത്, മൻവേന്ദ്രയ്ക്ക് എന്താണ് സംഭവിച്ചത്, അതേപോലെ തന്നെ പോലീസുകാർ ആളെ കണ്ടുപിടിച്ചോ ഇല്ലയോ, എങ്ങനെയാണ് അവർ ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഞാൻ പറഞ്ഞില്ലേ മൻവേന്ദ്ര വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു എന്നുള്ളത്. ആൾക്ക് സ്വന്തമായിട്ട് 4 വലിയ പാത്തോളജി ലാബുകളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്വന്തമായിട്ട് 3 വലിയ ലിക്കർ ഷോപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ആളുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഏകദേശം 9 വർഷങ്ങൾക്ക് മുൻപ് ആളുടെ ലൈഫിൽ ഒരു ട്രാജഡി സംഭവിക്കുകയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ വൈഫ് മരണപ്പെട്ടു. അതോടുകൂടി ആൾ ആകപ്പാടെ തകർന്നു പോവുകയാണ്. അതിനുശേഷം ആൾ ഒറ്റയ്ക്കായിരുന്നു ആളുടെ 2 കുട്ടികളുടെ കാര്യങ്ങളും നോക്കിയിരുന്നത്. ഇനിയിപ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാര്യ തൻ്റെ മക്കളെ അത്രത്തോളം സ്നേഹത്തോടു കൂടി നോക്കിയില്ലെങ്കിലോ എന്നുള്ളൊരു എന്താ പറയുക, ആ ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ വേറൊരു വിവാഹത്തെക്കുറിച്ച് പോലും ആൾ ചിന്തിച്ചില്ല. ആളുടെ ബിസിനസ്സും അതേപോലെ തന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആളുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് തള്ളി നീക്കുകയായിരുന്നു. അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് ആളുടെ ഫാമിലിയുടെ കൂടെ ആൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഫെബ്രുവരി 20-ന് ശേഷം ആളെ കാണാതാകുന്നത്. അപ്പോൾ ഈ ഒരു കേസ് പോലീസുകാരുടെ അടുത്ത് അന്വേഷിച്ചു. അവർ ആദ്യം തന്നെ ഇയാളുടെ 3 മൊബൈൽ നമ്പറും ട്രാക്ക് ചെയ്യാണ്. അതിനോടൊപ്പം തന്നെ അവർ വീട്ടിലെയും മറ്റും CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതായത് ഇയാളെ കാണാതാകുന്നതിന് തൊട്ട് തലേ ദിവസം, അതായത് ഫെബ്രുവരി 19-ാം തീയതി ആ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വളരെ ലേറ്റ് ആയിട്ടായിരുന്നു ആൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായത്. അതിനുശേഷം ആൾ ആ ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ വിഷ്വൽസ് ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ ആ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളും
പുറത്തു പോകുന്നുണ്ട്, അകത്ത് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മൻവേന്ദ്രയുടെ മകനായിട്ടുള്ള അക്ഷത ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കൃതിയാണെന്നുണ്ടെങ്കിലും അവരുടെ സ്കൂളിലോട്ടും കോളേജിലോട്ടൊക്കെ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ ആ വീട്ടിൽ കയറിയ മൻവേന്ദ്ര പിന്നീട് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പോലീസിന് ഒരു സംശയം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു വീട്ടിലുള്ള ആരോ തന്നെയാണ് മൻവേന്ദ്രയെ അപായപ്പെടുത്തിയത് എന്നുള്ളൊരു നിഗമനത്തിലോട്ടായിരുന്നു ഇതിൽ നിന്നും പോലീസുകാരെത്തിയത്. ഇനിയിപ്പോൾ പോലീസിന് എക്സാക്റ്റ് ആയിട്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അതായത് ആ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് പോലീസിന് ഓൾറെഡി തീർച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രഘുവിൻ്റെ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ പോലീസുകാരെ നോട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ഈ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത പയ്യനുണ്ടല്ലോ അക്ഷത്, ആ ഒരു പയ്യനെയും പോലീസുകാർ നോട്ട് ചെയ്യുകയാണ്. ഒരു അക്ഷതിനെ പോലീസുകാർ ഇൻട്രോഗേറ്റ് ചെയ്തപ്പോൾ ആ ഒരു പയ്യൻ 21 വയസ്സായിട്ടും, അതായത് 20-21 വയസ്സായിട്ടും ഫസ്റ്റ് ഇയർ ഡിഗ്രിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇപ്പോഴും ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതെന്ന് ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു 2-3 തവണ ആൾ നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും എൻട്രൻസ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഡിഗ്രിക്ക് ചേർന്നതെന്നുള്ളൊരു തരത്തിലായിരുന്നു ആ ഒരു പയ്യൻ മറുപടി പറഞ്ഞത്. പിന്നെ ആ ഒരു പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും അതേപോലെ തന്നെ ആ ഒരു പയ്യൻ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോഴും ഒക്കെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് പോലീസിന് തോന്നുകയാണ്. അതായത് അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് മുഖത്തൊരു ഭയോ ഒരു പകപ്പോ എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാവണ്ടേ. ഇത് വളരെ കാഷ്വലായിട്ട് വളരെ നോർമലായിട്ട് വന്നിട്ട് സാധാരണ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് പോലെ ആയിരുന്നു ഈ ഒരു പയ്യൻ അച്ഛൻ്റെ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ പോലീസുകാർ അക്ഷതിൻ്റെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതേപോലെ തന്നെ മൻവേന്ദ്രയുടെ ഫോൺ ഡീറ്റെയിൽസും ഒക്കെ എടുത്തപ്പോൾ ആളുടെ ഒരു ഫോൺ ആളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയിട്ട് ഒരു കാട് നിറഞ്ഞൊരു ഏരിയ ഉണ്ട്, അങ്ങോട്ട് ട്രാവൽ ചെയ്തതായിട്ടും അവിടെ നിന്ന് സ്വിച്ച് ഓഫ് ആയതായിട്ടും പോലീസിന് മനസ്സിലായി. ഈ പയ്യൻ്റെ ഫോണും സെയിം ടൈമിൽ അതേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പയ്യൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞിട്ട് പോലീസിന് ഏകദേശം ഒരു ധാരണയാവുകയാണ്. അങ്ങനെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ 20 കിലോമീറ്റർ മാറിയിട്ടുള്ള ആ ഒരു ഏരിയയിലോട്ട് ഈ ഒരു പയ്യനെയും കൊണ്ട് പോവാണ്. എന്നിട്ട് ഈ ഒരു സ്ഥലം അറിയുമെന്ന് ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചു. ഇല്ല, എനിക്ക് ഈ സ്ഥലമൊന്നും അറിയില്ല, ഞാനിവിടോട്ട് ആദ്യമായിട്ട് വരുന്നതാണ് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആ പയ്യൻ പോലീസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞത്. അത്രത്തോളം കൂടെ ആയപ്പോൾ പോലീസിന് ഈ ഒരു പയ്യൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങേറ്റ ഒരു തീർച്ചയായി. അടുത്തതായിട്ട് അപ്പോൾ പോലീസുകാർ ചോദിച്ചു, നിന്റെ അച്ഛൻ്റെ ഫോണിൻ്റെ സിഗ്നൽ ഇവിടെ ഉണ്ടായിരുന്നു, ആ ഒരു സമയത്ത് നിന്റെ ഫോണിൻ്റെ സിഗ്നൽ ഇവിടെ ഉണ്ടായിരുന്നു, നിന്റെ അച്ഛൻ്റെ ഫോണിൻ്റെ സിഗ്നൽ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് നിന്റെ ഫോണിൻ്റെ സിഗ്നൽ ഇവിടെ ആക്റ്റീവ് ആയിരുന്നു, നീ നുണൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഈ ഒരു പയ്യൻ ഉരുണ്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ കാര്യങ്ങളൊന്നും പറയില്ല എന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റൈലിൽ ആ ഒരു പയ്യനെ ഇൻട്രോഗേറ്റ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ പോലീസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യൽ താങ്ങാൻ പറ്റാതെ ആ പയ്യൻ നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയായിരുന്നു. ആ ഒരു സ്റ്റോറി കേട്ടിട്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഈ പയ്യൻ ചെയ്ത ആ ഒരു ക്രൈം കേട്ടിട്ട് പോലീസുകാർ തന്നെ ഞെട്ടിത്തരിച്ച് പോവുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ ലൈഫിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു മൻവേന്ദ്രയുടെ വൈഫ് മരിച്ചതിന് ശേഷം ആള് വേറെ കല്യാണമൊന്നും കഴിക്കാതെ മക്കള് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കായിരുന്നല്ലോ. എന്നാലും അധികം സമയമൊന്നും മക്കൾക്കൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് ആളെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് രാവിലെ തന്നെ കുട്ടികൾ സ്കൂളിലോട്ട് പോകും, ഇയാൾ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങളിലോട്ട് പോകും. ഒരു ഈവനിങ് ആകുമ്പോൾ കുട്ടികളെ തിരിച്ചു വരും. എന്നാൽ ലേറ്റ് നൈറ്റ് ആയിട്ട് മാത്രമേ ഇയാൾ തിരിച്ചു വരാറുണ്ടായിരുന്നുള്ളൂ. എന്നാലും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഇയാൾ നോക്കുന്നുണ്ടായിരുന്നു, അവർക്ക് വേണ്ടുന്നതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഒരു അമ്മയില്ലാത്തതിൻ്റെ, വീട്ടിലൊരു സ്ത്രീ ഇല്ലാത്തതിൻ്റെ കുറേ ഇഷ്യൂസ് ആ ഒരു കുട്ടികൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തുടങ്ങിയിട്ട് അനുഭവിച്ചു വന്നു. പിന്നെയും മൻവേന്ദ്രക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് തൻ്റെ മകനെ ഡോക്ടറാക്കണമെന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ആ പയ്യനെ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് പ്രഷർ ചെയ്യാനായിട്ട് തുടങ്ങി. തൻ്റെ മകൻ ഒരു ഡോക്ടർ ആവണം, അവൻ്റേതായിട്ടുള്ള ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഓൾറെഡി പാത്തോളജി ലാബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഏറ്റെടുത്ത് റൺ ചെയ്യണം, പിന്നീട് ആ ഒരു ബിസിനസ് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളതായിരുന്നു ആളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു പയ്യനെ പ്രഷർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു പയ്യൻ +2ൻ്റെ ഒപ്പം എൻട്രൻസും കാര്യങ്ങളൊക്കെ എഴുതുകയാണ്, അത് കിട്ടിയില്ല. പിന്നെ നീറ്റ് കോച്ചിങ്ങിന് വിട്ടു. അങ്ങനെ 2-3 തവണ നീറ്റ് എഴുതിയിട്ടും ആ ഒരു പയ്യന് എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെയും മൻവേന്ദ്രക്ക് വേറൊരു പേടി ഉണ്ടായിരുന്നു. ഈ പാത്തോളജി ലാബ് അല്ലാതെ ആൾക്കുള്ള മറ്റേ ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്കർ ഷോപ്പാണ്. അപ്പോൾ ലിക്കർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പയ്യൻ ആ ഒരു ബിസിനസ്സിലോട്ട് കൂടുതലായിട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ പയ്യൻ്റെ കൂട്ടുകെട്ടും കാര്യങ്ങളൊന്നും അത്രയും സുഖകരമായിട്ടുള്ള രീതിയിലായിരുന്നില്ല പോയിക്കൊണ്ടിരുന്നിരുന്നത്. സോ കൂട്ടുകാരുടെ കൂടെ കൂടി ലിക്കർ ഷോപ്പിൽ നിന്നും മദ്യം അടിക്കുമെന്നും അതേപോലെ തന്നെ എന്താ പറയുക ബാക്കിയുള്ള മോശം പ്രവർത്തികളിലോട്ട് പോകുമെന്നുള്ള ഒരു പേടി ആൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് വിലക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ. അതേപോലെ തന്നെ ഒരു ലിക്കർ ഷോപ്പിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യാനും ആൾ ആ ഒരു ചെറുപ്പം സമയങ്ങളിൽ വലിയവരായിട്ട് സമ്മതിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ നിന്ന് പുറത്തെവിടെയെങ്കിലും പോയി പഠിച്ചൊരു ഡോക്ടറായിട്ട് മകൻ തിരിച്ചു വരണമെന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നിട്ടായിരുന്നു ആ പയ്യനെ കണ്ടിന്യൂസ് ആയിട്ട് എൻട്രൻസ് കോച്ചിങ്ങിനും മറ്റുമൊക്കെ ഇയാൾ വിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായത്.
ഉണ്ടായത്. എന്നാൽ അക്ഷതിന് ഇത് തീരെ ഇഷ്ടമായിരുന്നില്ല. ഈ പാത്തോളജി ലാബും പരിപാടിയൊക്കെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു തോട്ടായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ അവരുടെ ഒരു പാത്തോളജി ലാബ് നിൽക്കുന്ന ഒരു സ്ഥലം നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു. ആ ലാബ് ക്ലോസ് ചെയ്തിട്ട് അവിടെ ഒരു വലിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരു കാര്യം ആ പയ്യൻ അച്ഛൻ്റെ അടുത്ത് പറയാണ്. എന്നാൽ അച്ഛൻ അതിന് സമ്മതിച്ചില്ല. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ അതും ഇതും പറഞ്ഞ് അച്ഛനും മകനും തമ്മിൽ സ്ഥിരമായിട്ട് ഇഷ്യൂസ് ഉണ്ടാകുന്നത് പതിവായിരുന്നു. പിന്നീട് ഒരു ദിവസം എന്താ അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് അച്ഛനും മകനും തമ്മിൽ ക്ലാഷ് ഉണ്ടാകുന്നത് ആ ഒരു വീട്ടിലെ പതിവ് കാഴ്ചയായി. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അക്ഷത് 6 പുറം ഒരു കത്തെഴുതി വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഇനി എന്നെ അന്വേഷിക്കേണ്ട, നിങ്ങളുടെ കൂടെ ജീവിച്ച് എനിക്ക് ജീവിതം എടുത്തു, ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ പോവാണ്, എന്നെ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്തെഴുതി വെച്ചിട്ട് ആ ഒരു പയ്യൻ പോയി. അപ്പോൾ ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻ്റ് ഒന്നും ചെയ്തില്ല. ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അക്ഷതിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ബാക്കിയുള്ള റിലേറ്റീവ്സിൻ്റെ അടുത്തും ആ പയ്യൻ പോകാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ആദ്യം അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ എങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും അക്ഷതിനെ കണ്ടെത്താനായിട്ട് ആളെ കൊണ്ട് സാധിച്ചില്ല. അതിനുശേഷം ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷതിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയായിരുന്നു. അപ്പോൾ അക്ഷതിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഇല്ല അവനെവിടെയാണ് പോയെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പം മൻവേന്ദ്ര എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഫ്രണ്ട്സിനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് അക്ഷത എവിടേക്കാണ് പോയത് എന്നുള്ളത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കും, നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കുമല്ലോ, അപ്പോൾ എന്തായാലും പോലീസുകാരെ നിങ്ങളെ കൊണ്ടുപോകും, എന്നിട്ട് നിങ്ങളെ കൊണ്ട് പോലീസുകാർ പറയിപ്പിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പിള്ളേർ പേടിച്ചും കയറ്റി കാൺപൂരുള്ളൊരു വീട്ടിൽ അക്ഷത് താമസിക്കുകയാണെന്നുള്ള ഒരു വിവരം മൻവേന്ദ്രയുടെ അടുത്ത് പറയുകയാണ്. അതേപോലെ തന്നെ അവിടെയുള്ള വേറൊരാളുടെ ഫോൺ നമ്പർ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മൻവേന്ദ്ര നേരെ അവിടോട്ട് പോവുകയും അതേപോലെ തന്നെ മകനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. പിന്നെ അക്ഷത് ജസ്റ്റ് വെറും കൈയോടെ ആയിരുന്നില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിന് എമൗണ്ടും അതേപോലെ തന്നെ ഗോൾഡും ഒക്കെ മോഷ്ടിച്ചിട്ടായിരുന്നു ആൾ നാട് വിട്ട് പോയിട്ടുണ്ടായത്. അപ്പോൾ ഈ മകൻ തിരിച്ചു വന്നിട്ടും ഇവർ രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അവസാനം ഈ ഒരു പയ്യൻ നീറ്റിന് എന്തായാലും തന്നെ കൊണ്ട് ഇനി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, തനിക്ക് എന്തായാലും ഒരു ഡോക്ടർ ആവാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം തീർത്ത് പറഞ്ഞു. ഇനിയും മകനെ നിർബന്ധിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് മൻവേന്ദ്ര മനസ്സിലാക്കുകയാണ്. ഓക്കെ, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നുള്ള രീതിയിൽ അവസാനം ആൾ പറയുകയാണ്. അങ്ങനെയാണ് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു കോളേജിൽ ഡിഗ്രിക്ക് ഈ ഒരു പയ്യൻ ചേരുന്നത്. കോളേജിൽ ചേർന്നതിന് ശേഷം ആ പയ്യന് പോയി വരാനായിട്ട് അച്ഛനൊരു കാർ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആ ടൈമിൽ ആളുടെ ലിക്കർ ഷോപ്പിൽ ഈ പയ്യൻ പാർട്ട് ടൈം ആയിട്ട് നിൽക്കാറുണ്ടായിരുന്നു. അതിന് ഒരു പോക്കറ്റ് മണി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ശമ്പളം എന്നുള്ള നിലയ്ക്ക് ഏകദേശം 10-17,000 രൂപ എല്ലാ മാസവും ഇയാൾ കൊടുക്കാറുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഓൾറെഡി 17,000 രൂപ പോക്കറ്റ് മണി, പിന്നെ ബാക്കിയുള്ള എല്ലാ ചിലവിനുള്ള പൈസയും ഇയാൾ കൊടുക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ ആയപ്പോൾ ആ പയ്യൻ നല്ല രീതിയിൽ ദൂർത്തടിക്കാനായിട്ട് തുടങ്ങി. ഇതൊന്നും പോരാത്തതിന് ലിക്കർ ഷോപ്പിൽ നിന്നും മദ്യം മോഷ്ടിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കൂട്ടുകാരുടെ ഒപ്പം പോയി മദ്യപിക്കുക, അതേപോലെ തന്നെ ബാക്കിയുള്ള ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നതായിട്ടും റിപ്പോർട്ട്സിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീ വിഷയങ്ങളിലും ഈ ഒരു പയ്യനും കൂട്ടുകാരും ഏർപ്പെട്ടതായിട്ടും ഇതേപോലെ തന്നെ ചില റിപ്പോർട്ട്സിലും കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു ഈ ഒരു പയ്യൻ നയിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് പലതും ഈ ഒരു മൻവേന്ദ്ര അറിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആ ഒരു പയ്യനുമായിട്ടും പല തരത്തിലും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. ആളുടെ വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണം കാണാതാവാണ്. കുറച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 50 പവൻ സ്വർണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷോക്കായി. വീട്ടിൽ നിന്ന് 50 പവൻ സ്വർണം കാണാതായി. അപ്പോൾ ആദ്യം തന്നെ വീട്ടിലെ ജോലി കാര്യം എങ്ങനെയായിരിക്കും എടുത്തത് എന്നുള്ളൊരു തരത്തിലായിരുന്നു ഇവരുടെ തോട്ട് പോയത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു സ്വർണം മോഷ്ടിച്ചത് വേലക്കാരിയൊന്നും ആയിരുന്നില്ല, അത് ഈ ഒരു പയ്യനായിരുന്നു. അപ്പോൾ ആൾ ആദ്യം തന്നെ ജസ്റ്റ് ഒരു കംപ്ലൈൻറ്റ് പോലീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മകനാണ് നടത്തുന്നതെന്ന് അറിഞ്ഞ സമയത്ത് അത് വലിയ ഇഷ്യൂ നോക്കാണ്ട് കംപ്ലൈൻ്റ് ഒക്കെ പിൻവലിച്ചതായിട്ട് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ മൻവേന്ദ്രക്ക് തൻ്റെ മകനായിട്ടുള്ള അക്ഷതിൻ്റെ അടുത്ത് ഒരു ദേഷ്യവും ഉള്ളിൽ നിന്നൊരു സങ്കടമൊക്കെ വരികയാണ്. താൻ എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും തൻ്റെ മകൻ എന്താണ് നന്നാവാത്തത് എന്നുള്ളതായിരുന്നു ആളുടെ ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെ ഇരിക്കുകയാണ് ഫെബ്രുവരി 19-ാം തീയതി ആൾ ഇതേപോലെ തന്നെ ഒരു കല്യാണത്തിന് പോയിട്ട് വെളുപ്പിനൊരു 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അതായത് 20-ാം തീയതി അതിരാവിലെ 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ആൾ തിരിച്ചെത്തുന്നത്. ആൾ തിരിച്ചെത്തി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 50 ലക്ഷം രൂപ കാണാനില്ല. ആൾ ഇതേപോലെ തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാഷ് ആയിട്ട് എടുത്ത് വീട്ടിൽ വെച്ചതായിരുന്നു. എന്നാൽ ആ ഒരു ഫണ്ട് കാണാനില്ല. ആ ഒരു ഫണ്ട് എടുത്തത് തൻ്റെ മകനാണെന്നുള്ള കാര്യം ആൾ മനസ്സിലാക്കുകയാണ്. അപ്പം അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വലിയ രീതിയിലുള്ള അടി ഉണ്ടാവുകയാണ്. ചെറിയ അടിയൊന്നുമല്ല, ഭയങ്കര അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതേപോലെ തന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ ആ ഒരു പയ്യനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു. അടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂൾ ഡൗൺ ആയി. അച്ഛനായിട്ടുള്ള മൻവേന്ദ്ര പോയി കിടന്ന് ഉറങ്ങുകയാണ്. എന്നാൽ ഈ ഒരു അക്ഷതിന് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യണം, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ആൾ ഉണ്ടാക്കി വെച്ചേക്കണത്, എനിക്കും കൂടെ വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു തോട്ട് ആ ഒരു പയ്യൻ ഉണ്ടാവുകയാണ്.
അപ്പോൾ ആ ഒരു പയ്യൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെളുപ്പിന് 4:30 ടൈമിൽ അച്ഛൻ്റെ ഗണ്ണുണ്ടായിരുന്നു അവിടെ, ലൈസൻസ് ഉള്ളത് ഓക്കെ തന്നെയായിരുന്നു. ആ ഒരു ഗണ്ണെടുത്തിങ്ങായിട്ട് അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ റൂമിൽ പോയിട്ട് ആൾ ചെരിഞ്ഞെടുക്കായിരുന്നു. ആളുടെ തലയുടെ ബാക്കിൽ ആ ഗണ്ണ് വെച്ചിങ്ങായിട്ട് ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് ആളുടെ പരിപാടി തീർക്കുകയായിരുന്നു. സ്വന്തം അച്ഛനെ ആൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അച്ഛൻ്റെ തന്നെ ഗണ്ണെടുത്തിങ്ങായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു വെടിപൊട്ടുന്ന ഒച്ച കേട്ടിങ്ങായിട്ട് അപ്പുറത്ത് കിടന്നുറങ്ങിയിരുന്ന സിസ്റ്റർ എഴുന്നേക്കാണ്. കൃതി ഇങ്ങനെ ഓടി വന്ന് നോക്കുമ്പോൾ ചേട്ടൻ കയ്യിൽ ഗണ്ണ് പിടിച്ച് നിൽക്കുന്നുണ്ട്, അച്ഛൻ മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ കൃതിക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അവർ ഒച്ച വെക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോഴത്തേനും ഈ ഒരു അക്ഷത് പറഞ്ഞു, നീ ഈ കാര്യം പുറത്ത് മിണ്ടിപ്പോവരുത്, എന്തെങ്കിലും ആരെങ്കിലോടും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും നിൻ്റെയും ഗതി. ഇതുകൂടെ ആയപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്യും ഏത് ചെയ്യും എന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി പോവുകയായിരുന്നു. ആകെപ്പാടെ സൈലൻ്റ് ആയിപ്പോയി ആ ഒരു പെൺകുട്ടി. പിന്നെ ഈ വെടിപൊട്ടെന്ന് വെച്ചാൽ ആ ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ബാക്കിയുള്ള ആളുകളും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇതേപോലെ തന്നെ കല്യാണവും പരിപാടികളും കാര്യങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും പൊട്ടിച്ചതായിരിക്കും എന്നുള്ളതായിരുന്നു അവർ ആ ഒരു സമയത്ത് കരുതിയത്. അല്ലാതെ അവർ താമസിക്കുന്ന ആ ഒരു വീട്ടിൽ ഇതേപോലെ തന്നെ ഒരു ഗണ്ണ് പൊട്ടി എന്നുള്ളൊരു തോട്ട് അവർക്ക് ആ ഒരു സമയത്ത് ഉണ്ടായില്ല. അതായത് ആ വീട്ടിൽ ഈ ഒരു മൻവേന്ദ്രയുടെ സിസ്റ്ററും താമസിച്ചിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ബ്രദറായിട്ടുള്ള രഘുവും അവിടെ തന്നെയായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അടുത്തതായി മൻവേന്ദ്രയുടെ ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ളതായി അക്ഷതിൻ്റെ ചിന്ത. അപ്പോൾ ഓൾറെഡി ഒരു നീല ഡ്രമ്മും കാര്യങ്ങളൊക്കെ താഴത്തെ ഫ്ലോറിൽ സെറ്റാക്കി ഒരു പയ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, കത്തിയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങുകയാണ്. പിന്നെ ഒരു മെഷീനും വാങ്ങി കട്ട് ചെയ്യാനായിട്ടുള്ള. എന്നിട്ട് ആളുടെ ബോഡി പീസാക്കുകയാണ്. അപ്പോൾ ടോർസോ മാത്രം ബാക്കിയവരാണ്. അത് കട്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ആ ഒരു പയ്യനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ അത് പൊതിഞ്ഞിങ്ങായിട്ട് ആ ഒരു ഡ്രമ്മിൽ കൊണ്ടുപോയി ഇടുകയാണ്. അതേപോലെ തന്നെ ബോഡി പാർട്സൊക്കെ ആദ്യം ആൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ടുപോയി അവിടെ വേറൊരു റൂം ഉണ്ടായിരുന്നു, അവിടെ വെച്ചിങ്ങായിട്ട് ലോക്ക് ചെയ്തു. അതിന് ശേഷമാണ് ഈ ബോഡി പാർട്സ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയിട്ട് നേരെ തന്നെ വീടിൻ്റെ അവിടെ നിന്ന് 20 കിലോമീറ്റർ മാറിയിട്ട് ആ ഒരു കാട് നിറഞ്ഞ ഏരിയയില്ലേ, ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് ചില പാർട്സ് അവിടെ ഉപേക്ഷിക്കുന്നതും, അതേപോലെ തന്നെ അച്ഛൻ്റെ മൊബൈൽ ഫോൺസും അവിടെ ഉപേക്ഷിക്കുന്നതും, അതേപോലെ തന്നെ ബാക്കിയുള്ള പല സ്ഥലങ്ങളിലായിട്ട് കൈകാലുകൾ ഈ ഒരു പയ്യൻ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നെ ആളുടെ ടോർസോ പെട്ടെന്നുകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോയി ഉപേക്ഷിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ആളൊഴിഞ്ഞ സമയത്ത് എവിടെയെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി കത്തിച്ചു കളയാം എന്നുള്ളതായിരുന്നു ഈ ഒരു പയ്യന്റെ പ്ലാൻ. എന്നാൽ ആ ഒരു പ്ലാൻ നടന്നില്ല. അതുപോലെ തന്നെ തൻ്റെ അനിയത്തിയായിട്ടുള്ള കൃതിയുടെ അടുത്ത് അക്ഷത് കറക്റ്റ് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ അല്ലാതെ നീ പെരുമാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കൊന്നാളെ എന്നുള്ളതായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നോർമൽ ലൈഫിൽ യാതൊരു ചേഞ്ചും ഉണ്ടാക്കരുത്. രാവിലെ എന്നും പോകുന്നത് പോലെ സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, കൂട്ടുകാരുടെ അടുത്ത് പോവുക. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നതായിട്ട് നിൻ്റെ മുഖത്തൊന്നും ആർക്കും അറിയാൻ പാടില്ല, നീ ഒരാളുടെ അടുത്തും പറയാനും പാടില്ല. അത് ആൾ തീർത്ത് പറയുകയാണ്. ആ ഒരു പെൺകുട്ടിക്ക് ആ സമയത്ത് എന്തോ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ തന്നെ ആ ഒരു പെൺകുട്ടി എക്സാമിന് പോയി. വീട്ടിൽ ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സ്വന്തം അച്ഛനെ ചേട്ടൻ കൊലപ്പെടുത്തി. അത് ആ ഒരു പെൺകുട്ടി കണ്ടു. എന്നിട്ട് ഇത് ആരുടെ അടുത്തും പറയാനും പറ്റുന്നില്ല, തൻ്റെ ജീവനിലും പേടിയുണ്ട്. എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി അന്ന് രാവിലെ എഴുന്നേറ്റ് ഇറങ്ങിയിട്ട് എക്സാമിന് പോയത്? ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ നേരെ കോളേജിലോട്ടൊക്കെ പോയി തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ബോഡി പാർട്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്നതും അച്ഛൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇങ്ങേറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് ഇങ്ങേറ്റ് ഉപേക്ഷിക്കുന്നതും. ഈ ബോഡി ഇതേപോലെ തന്നെ ഒഴിവാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു സ്റ്റാഫ് വരെയായിരുന്നു. അന്നത്തെ ദിവസം ആളായിട്ട് സംസാരിച്ച് പോയി. പിന്നെ ആ സമയത്ത് ആ ഒരു ബോഡി അവിടെ നിന്ന് ഇങ്ങേറ്റ് ഒഴിവാക്കാനായിട്ട് അതായത് ആ ടോർസോ ഒഴിവാക്കാനായിട്ട് ആളെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു മൻവേന്ദ്രയുടെ ബ്രദറായിട്ടുള്ള രഘു വന്നിങ്ങേറ്റ് ആ ഒരു പയ്യൻ്റെ അടുത്ത് ഇങ്ങേറ്റ് ചോദിക്കുന്നതും. അപ്പോൾ ആ ഒരു പയ്യൻ അച്ഛൻ ഡൽഹിയിൽ എന്തോ കല്യാണത്തിന് പോയി, ബിസിനസ്സിന് പോയി, ഇതിന് പോയി എന്തൊക്കെയോ മറുപടിയൊക്കെ പറഞ്ഞു. പിന്നെ ഇതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങേറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് മൻവേന്ദ്രയുടെ മകനായിട്ടുള്ള ഈ കംപ്ലൈൻറ്റ് കൊടുത്ത അക്ഷത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയതെന്ന് മനസ്സിലാകുന്നതും ആ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്നതും. ഈ ഒരു കഥ കേട്ടിട്ട് ഫാമിലി മെമ്പേഴ്സിന് തന്നെ വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അക്ഷത് അങ്ങനെ ചെയ്യുമെന്നുള്ളത് അവർക്ക് ആർക്കും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെ പോലീസുകാർ കൃതിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം നടന്ന കാര്യങ്ങളെല്ലാം ആ ഒരു പെൺകുട്ടി പറയാണ്. അതേപോലെ തന്നെ ഈ ഒരു കൊലപാതകത്തിൽ വേറെ ആർക്കും പങ്കില്ല എന്നുള്ളതും ഈ ഒരു അക്ഷത് തീർത്ത് പറയായിരുന്നു. പിന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്തും ഈ പറഞ്ഞ പോലെ തന്നെ വെടിപൊട്ടിയ കാര്യമൊക്കെ ചോദിച്ചു. അപ്പോൾ സൗണ്ട് കേട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒന്ന് പൊട്ടുന്ന പോലെ സൗണ്ട് കേട്ടു, എല്ലാവരും നല്ല ഉറക്കായിരുന്നു.
അപ്പോൾ അപ്പുറത്തെ കുറച്ച് മാറിയിട്ടുള്ള വീടുകളിൽ കല്യാണവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആരെങ്കിലും എന്തെങ്കിലും പടക്കോ ഗുണ്ടൊക്കെ പൊട്ടിക്കുന്നതായിരിക്കും എന്നായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പിറ്റേ ദിവസം ഈ രഘു വന്നങ്ങായിട്ട് അക്ഷതിനെ കണ്ടപ്പോഴും അതേപോലെ തന്നെ കൃതിയെ കണ്ടപ്പോഴും ഒക്കെ എന്താ പറയുക, അവരുടെ ഫേസിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അക്ഷത് വളരെ കാഷ്വൽ ആയിട്ടായിരുന്നു ഇയാളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായതും അതേപോലെ തന്നെ എന്നത്തെയും പോലെയായിരുന്നു ആളുടെ അടുത്ത് പെരുമാറുന്നുണ്ടായിരുന്നതും. യാതൊരു വ്യത്യാസവും ഈ രഘുവിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അവരുടെ പെരുമാറ്റത്തിൽ. ഇപ്പോൾ പോലീസുകാർ താഴത്തെ ആ ഒരു മുറി പരിശോധിച്ചപ്പോൾ ആ ഒരു ബ്ലൂ ഡ്രമ്മിൽ നിന്നും ഈ ഒരു മൻവേന്ദ്രയുടെ ടോർസോ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. പിന്നെ അക്ഷതിൻ്റെ അടുത്ത് എവിടെയാണ് ബോഡി പാർട്സ് ഡിസ്പോസ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അവിടെയൊക്കെ പോയി സെർച്ച് ചെയ്തു. പല ബോഡി പാർട്സും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചു കേട്ടോ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ഇപ്പോൾ അക്ഷത് ജയിലിലാണ്, ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ബാക്കി നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇനി എന്ത് ശിക്ഷ ഈ ഒരു പയ്യനെ കിട്ടുന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അക്ഷതിൻ്റെയും മൻവേന്ദ്രയുടെയും ഈ ഒരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മി സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.